അച്ഛൻ വരച്ച ബുദ്ധൻ അങ്ങനെ തന്നെ ഞാൻ പറയും ബുദ്ധൻ അതിനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ എത്തി ചിമ്മിൻ ചാക്കുന്ന നോക്കണ ഗായ്സ്. ഓരോരുത്തേക്ക് അച്ഛൻ നോ ഓരോരുത്തേക്ക് അല്ലെങ്കിൽ പശുവിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പം ഗായ്സ് പശു ഇതാ നിൽക്കുന്നു. പശു ഒരു ഹായ് പറയൂ. അമ്മേ തന്നെ വിരട്ടുമ്പോൾ തന്നെ പേടിയാണ്. അതിൻ്റെ അടുത്തേണ്ട് പോകില്ല. അതിന് കുറച്ച് വട്ട് പിടിക്കുക ഇഷ്ടമാണ്. അപ്പോൾ നമ്മളൊരൊച്ച കേൾക്കുന്നുണ്ടാവും. വേറെ ആരുമില്ല, എൻ്റെ സ്വന്തം എൻ്റെ മാത്രമായ ഒരാളാണ്. മിട്ടു സ്നേഹത്തോടെ വിളിച്ചാലേ നമ്മളെ ഇതിൽ അലിയുള്ളൂ. മിട്ടു പാവം കുട്ടീനെ എപ്പം ഇറക്കിയിട്ടുള്ളൂ. നോക്കിക്കാണ് ഇറക്കാൻ വേണ്ടിയിട്ടോ. ഇപ്പം ഇറക്കിയേക്കാം. അമ്മ കണ്ട എന്നെ ചീത്ത അറിയും. അതങ്ങനെ എന്താണ് ഇതിന് പ്രശ്നം? ഇതിന് മാത്രം എന്തോ ഇങ്ങനെ ഇത് നോക്കണോ? മിട്ടു ബാബാ അതിനെ കൂട്ടുകയറ്റാം നമുക്ക് വേഗം. മിട്ടു അങ്ങനെ പറ്റിച്ചാൽ മതി. അങ്ങനെ പറ്റിച്ചിട്ട് നമുക്ക് ഇങ്ങനെ തലോടി കൊടുക്കാം. മിട്ടു മിട്ടു പറ്റിച്ചേ. അയ്യടാ അവള് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിച്ചാലേ അതിൻ്റെ കൂട്ട് കയറുള്ളൂ. അങ്ങനെ പറ്റിച്ചിരിക്കുന്നു നമ്മളവളെ. മിട്ടു അവളെ പറ്റിച്ചിട്ടുണ്ടോ? അവൾക്ക് എന്താണ് കടിക്കാൻ പറ്റുക? നമ്മളെ വീട്ടിലത്തെ കുഞ്ഞു കുഞ്ഞു ആൾക്കാർ കാണിച്ചതാണ്. ഇതാണ് നമ്മളെ കോഴിമാർ, അല്ല കോഴി രാജാക്കന്മാർ. എന്താ എന്നെ തല്ലിടാൻ പോവാണ്. ആ തല്ല് നമുക്ക് കേടാം. അപ്പം നമ്മളെ മിട്ട് തകർന്ന് കിടക്കണം. ആ തല്ലൂട്ടം കണ്ടില്ല എനിക്ക് സമാധാനം ഉണ്ടാവില്ല. ഇത്ര നാട്ടിൽ കഴിപ്പിക്കില്ലേ? അങ്ങനെ പഴിപ്പിച്ചിരിക്കുന്നു. അതിന് ഇവരെ പഴിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓടിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവും. അപ്പം ഞങ്ങളെ വീട്ടിലത്തെ ഞങ്ങളെ ജീവിതമല്ല ഓരോ മൃഗങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പം നിങ്ങൾക്കതിൽ ഏത് മൃഗത്തിനാണ് ഇഷ്ടപ്പെട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്. അടുത്ത വീഡിയോയിൽ എൻ്റെ അച്ഛൻ വരച്ച ചിത്രങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ബായ്.